കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്തായ ഒരു ഇൻഷുറൻസ് ഏജന്റ് അദ്ദേഹം ഇവിടെ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: ആ മരിച്ച ചെറുപ്പക്കാരൻ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നുവെങ്കിൽ ഈ മരണശേഷം ബോർഡ് നാട്ടിൽ കൊണ്ടുപോകാനും മറ്റു ചിലവുകൾക്കുമെല്ലാമായി ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം ഇങ്ങനെ ആളുകളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ഗോ ഫണ്ട് അപ്പീലിൽ നിന്നും പോകേണ്ട ഒരു ആവശ്യം വരില്ലായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു ആ പോസ്റ്റ് വന്നിരുന്നത്. പക്ഷേ മരണത്തെ മാർക്കറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെല്ലാം അദ്ദേഹത്തെ പൊങ്കാല ഇട്ടു എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള ഒരു വാർത്തകളൊന്ന് കേട്ട് നോക്കൂ, അല്ലെങ്കിൽ നമുക്ക് വായിച്ചു നോക്കൂ. ആഴ്ചയിൽ ഒന്നെങ്കിലും ഒരു മരണം ഇവിടെ സംഭവിക്കുന്നില്ല, UK തന്നെ. പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ 40-50 വയസ്സ് താഴെയുള്ള ആളുകളിൽ പെട്ടെന്നുള്ള മരണം നിരവധിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിവസേന എന്നോണം ഗോ ഫണ്ട് പോലുള്ള അപ്പീലുകൾ. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരുന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനു വേണ്ട മുൻകരുതൽ എന്തെങ്കിലും നിങ്ങൾ എടുത്തിട്ടുണ്ടോ? നാളെ നമുക്കാണ് അല്ലെങ്കിൽ നിങ്ങൾക്കാണ് ഇങ്ങനെ അവസ്ഥ വരുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ? അതിനർത്ഥം ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ഏജന്റ് പറയുന്നത് കേട്ട് അവർക്ക് പൈസ കിട്ടുവാനായിട്ട് 80 വയസ്സ് വരെ അല്ലെങ്കിൽ 70 വയസ്സ് വരെയുള്ള പോളിസികൾ എടുത്തു വെക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആദ്യം ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ് അല്ല. ഞാൻ ആർക്ക് വേണ്ടിയും വീഡിയോ ചെയ്യുന്നതുമല്ല, ഇതിൽ ആരുടെയും ഒരു ഏജന്റിൻ്റെയും കാര്യം പറയുന്നതുമില്ല. ചില യാഥാർത്ഥ്യങ്ങളാണ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുവാനായിട്ട്. മിക്ക ആളുകളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വീട് മേടിക്കുമ്പോൾ ആ മോർഗേജ് കവർ ചെയ്യാനായിട്ട് ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കും. ആ വീടിൻ്റെ തുക എത്രയാണോ അത്രയും തുക കവർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് മിക്ക ആളുകളും എടുത്തു വെക്കാറുണ്ട്. അങ്ങനെ എടുത്തു വെച്ചാലുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കെങ്കിലും ഒരാൾക്ക്, 2 പേരുടെ പേരിലാണ് വീടെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ വീടിൻ്റെ ബാക്കിയുള്ള തുക അവിടെ പെയ്ഡ് ഓഫ് ആകും. അതുകൊണ്ട് ബാക്കിയുള്ള ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആ ഒരു ബാധ്യത വരുന്നില്ല. ആ വീടിൻ്റെ തുക അതോടെ തീർന്നു, പിന്നീട് മോർഗേജ് അടയ്ക്കേണ്ടി വരുന്നില്ല. അതാണ് അങ്ങനെ പോളിസി എടുത്തു വെക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രയോജനം എന്ന് പറയുന്നത്. അങ്ങനെ എടുത്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പോളിസി ഉറപ്പായിട്ടും എടുത്തു വെച്ചിരിക്കണം ഒരു വീട് മേടിച്ച് കഴിയുമ്പോൾ. പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല. ആ ഒരു പോളിസി എടുത്തു എന്നതുകൊണ്ട് മാത്രം എല്ലാം കവർ ആവുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് ഈ മോർഗേജിൻ്റെ പോളിസി കൂടാതെ മറ്റു ചെറിയ ചില പോളിസികൾ എടുത്തു വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഒരു ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ ഒരു ലോൺ എടുത്ത് നാട്ടിലൊരു വീട് പണിയുകയാണ്, അല്ലെങ്കിൽ വീട് മേടിച്ചിട്ടുണ്ട് എന്ന് വെക്കുക. ഓർക്കപ്പുറത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആ വീട് പകുതിയെ ലോൺ എടുത്ത് പണിത് തുടങ്ങിയ വീട് പകുതി എത്തുമ്പോൾ ബാങ്കുകാർ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടോ? ഒരു 40,000 അല്ലെങ്കിൽ 40 ലക്ഷം രൂപയ്ക്കാണ് ലോൺ എടുത്തതെങ്കിൽ ആ ഒരു തുക കവർ ചെയ്യുന്ന രീതിയിൽ എത്ര വർഷത്തേക്കാണ് ലോൺ ഉള്ളത് അത്ര നാളത്തേക്ക് ചെറിയ പോളിസി എടുത്ത് വെക്കുക. അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു ചില ആവശ്യങ്ങൾ എന്ത് വായിക്കട്ടെ, നിങ്ങൾ 10,000 പൗണ്ടിൻ്റെ അല്ലെങ്കിൽ 15 ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ടുണ്ടോ എങ്കിൽ 15 ലക്ഷം രൂപയുടെ ചെറിയൊരു പോളിസി എടുക്കുക. ആ തുക കവർ ആവത്തക്ക രീതിയിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ നാളത്തേക്ക് 80 വയസ്സ് വരെയും 60 വയസ്സ് വരെയും പോളിസി എടുക്കരുത്. 4-5 വർഷത്തേക്കായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആ ലോൺ എമൗണ്ട് കവർ ആവുന്നത്. ആ സമയം ഒരാൾ പോളിസി എടുത്താൽ മതി. അങ്ങനെയുള്ള ചെറിയ പ്ലാൻ ചെയ്ത് ചെറിയ പോളിസികൾ, അപ്പോൾ ഒത്തിരി പൈസയും വരികയില്ല. അങ്ങനെ ഒരു പോളിസി എടുത്ത് വെക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. ശരിയാണ്, നിങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മൾ നാളെക്കുറിച്ച് ആലോചിക്കുന്നില്ല. വെറുതെ എന്തിനും മാസം 10 പൗണ്ട് അല്ലെങ്കിൽ 5 പൗണ്ട് അല്ലെങ്കിൽ 15 പൗണ്ട് കളയണം, സത്യമാണ്. പക്ഷെ എന്തെങ്കിലും നമുക്ക് സംഭവിച്ചു പോയാൽ ഈ 10 പൗണ്ട് അല്ല, നമ്മുടെ ജീവിതം ബാക്കി ജീവിച്ചിരിക്കുന്നവർ വളരെ അവരെ വല്ലാത്തൊരു അവസ്ഥയെ നമ്മൾ തള്ളിവിടാൻ ഒരിക്കലും ഇടയാകരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ എടുത്ത് വെക്കാൻ എപ്പോഴും നല്ലതായിരിക്കും എന്ന് പറയാൻ കാരണം. അങ്ങനെ എടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10,000 പൗണ്ട് കൂടി എക്സ്ട്രാ എടുത്ത് വെച്ചേക്കും. അത് മറ്റൊന്നിനുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മരണശേഷം ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾക്കുണ്ടെങ്കിൽ വെറുതെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ കുടുംബത്തെ കൈ നീട്ടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. ആ ഒരു 10,000 പൗണ്ടാണ് എന്തായാലും ചിലവാകും. അങ്ങനെ ആ തുകയും കൂടി എക്സ്ട്രാ ഇട്ട് പോളിസി എടുത്ത് വെച്ചേക്കുക. നാളെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പൈസ വേസ്റ്റ് ആവും, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ ചിന്തിക്കാതെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തെ വഴിയാതരമാക്കരുത്, അല്ലെങ്കിൽ എങ്ങും വല്ലാത്തൊരു അവസ്ഥയിലാകരുത്. ഓരോരുത്തരുടെയും സാഹചര്യം നിങ്ങൾക്കാണ് അറിയാവുന്നത്, മറ്റുള്ളവർക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് ചെയ്യുക. വെറുതെ ഏജൻസികൾ അല്ലെങ്കിൽ ഇൻഷുറൻസുകാർ പറയുന്നത് കേട്ട് ഇതും എടുത്തു വയ്ക്കാതെ ആവശ്യമായ പോളിസി എന്താണോ അത് ഉറപ്പായിട്ടും എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. നമ്മൾ എത്രയോ പൈസയാണ് വെറുതെ കളയുന്നത്. ഒരു ഫുള്ള് മേടിച്ച പൈസ അല്ലെങ്കിൽ ഒരു ഹാഫ് മേടിച്ച പൈസ എന്ന് കണക്കൂട്ടിയാൽ ഒരു മാസം ആ ഒരു ചെറിയ തുക കുടുംബത്തിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ എപ്പോഴും പ്രയോജനമായിരിക്കും. ഓർക്കുക, ഈ പ്രായം മുന്നോട്ട് പോകും തോറും ഇതിൻ്റെയൊക്കെ പ്രീമിയത്തിൻ്റെ പൈസയും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രായം എത്രയും കുറവാണ്, അപ്പോൾ കുറച്ച് പൈസ മാത്രം അടച്ചാൽ മതി. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് ഈ കാര്യത്തിൽ. അതെല്ലാം പ്രത്യേകം ഓർക്കുക. പിന്നെ പോയവരോ പോയി, പിന്നെ അവർക്ക് പിന്നെ നോക്കാനില്ല. പക്ഷെ നമ്മുടെ വേണ്ടപ്പെട്ടവർ, അവർക്ക് ഒരു ബാധ്യതയാവാതെ, അവർ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരാതെ, അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം മറ്റുള്ളവരോട് അല്ലെങ്കിൽ നാട്ടുകാരോട് കൂട്ടുകാരോട് കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ വരാതെ നോക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അതുകൊണ്ട് തീരുമാനം നിങ്ങൾ എടുക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.